വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഭൂമി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി സ്വീകരിക്കൽ 14-ന് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ തുടങ്ങും. 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരമുണ്ട്. ജില്ലയിൽ ആയിരക്കണക്കിന് കർഷകർ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണെന്ന് കർഷക സംഘടനകൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനനിയമത്തിലെ ഭേദഗതി പ്രകാരം 1996 ഡിസംബർ 12-ന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്ന കർഷകരും ആദിവാസികളും കച്ചവടക്കാരും അടക്കമുള്ളവർക്ക് അവരുടെ ഭൂമി അവകാശങ്ങൾ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കി വനസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അവസരമുണ്ട്. ഇത്തരം വനേതര പ്രവർത്തനം നടത്തിയിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കും നൽകുന്ന ആവശ്യത്തിനായി കേരളത്തിൽ ഒരു ഉന്നത അധികാര സമിതിയെ രൂപീകരിക്കുവാൻ കേന്ദ്ര വനം മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് 16-ന് 6-അംഗ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടതായും ഭാരവാഹികൾ പറഞ്ഞു. 2023-ന് കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി വരുത്തി. ആ ഭേദഗതി പ്രകാരം 1996 ഡിസംബർ 12-ാം തീയതിക്ക് മുൻപ് വനഭൂമി വനേതര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വനം എന്നുള്ള ആ കാറ്റഗറിയിൽ നിന്നും അതിന് മാറ്റം വരും. ഇത് സംബന്ധമായിട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് വനവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും തമ്മിൽ ഇനം തിരിച്ച് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അപ്രകാരം കേന്ദ്ര സർക്കാരിന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് 16/5/2024 സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ചെയർമാനായി ഒരു 6-അംഗ സമിതിയെ രൂപീകരിച്ചു. ഈ സമിതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് വനഭൂമി ഏതാണെന്നും വനമായി അവകാശപ്പെടുന്ന ഭൂമി ഏതാണെന്നും കാറ്റഗറി തിരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി നിയമിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്രകാരം ഒരു സമിതിയെ നിയമിച്ചിട്ടുള്ളതായി യാതൊരുവിധ പബ്ലിസിറ്റിയും നാളിതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇടുക്കി ജലസംഭരണിയുടെ പരിസരങ്ങളിലുള്ള ഉപ്പുതറ, കാഞ്ചിയാർ, അറക്കുളം, ഉടുമ്പന്നൂർ, വാഴത്തോപ്പ്, കാമാക്ഷി പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും താമസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ഇവരുടെ ഭൂമി അവകാശങ്ങൾ സംബന്ധിച്ച രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ശേഖരിച്ച് പരാതി നൽകുന്ന ജോലികളാണ് ഉടൻ ആരംഭിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹാജരാക്കിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചെന്നാൽ നിയമാനുസൃതം റിസർവ് ഫോറസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ എല്ലാ അവകാശങ്ങളും അതോടുകൂടി അവസാനിക്കും. അത്ര നല്ല ഒരു നിയമം കർഷകർക്കും സാധാരണക്കാർക്കും കച്ചവടക്കാർക്കും ആദിവാസികൾക്കും എല്ലാം പ്രയോജനപ്പെടുന്ന ആ നിയമം നിലവിൽ വന്നിട്ടും അത് വേണ്ടത്ര രീതിയിലൊരു പബ്ലിസിറ്റി കിട്ടാതെയും അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെടുക എന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ കർഷക സംഘടനകളെല്ലാം കൂട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് രംഗത്തോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ വെച്ച് 14-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു യോഗം, പട്ടയം ലഭ്യമാക്കാത്ത ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നതിനും അവിടെ വെച്ച് അപേക്ഷ സ്വീകരിക്കുന്ന പരിപാടിയുടെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇടുക്കിയിലെ CHR പ്രദേശം ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചിലെ മേഖലകൾ ആനുകൂല്യത്തിന്റെ പരിധിയിൽ വരും. 14-ാം തീയതി രാവിലെ 11 മണിക്കാണ് പരിപാടി ആരംഭിക്കുക. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഷൈൻ കുമളി, ഷാജി വേലമ്പറമ്പിൽ, ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ, വിനിരാജ് മണിമലയിൽ, ഷാജി ചൂരക്കാട്ട്, ജോയിച്ചൻ കാടങ്കാവിൽ, ബിബിൻസ് കൊച്ചുചേനാട്ട്, ബാബു പുളിമൂട്ടിൽ, KP ഫിലിപ്പ്, കൃഷ്ണൻകുട്ടി, പ്രവീൺ എട്ടിയിൽ എന്നിവർ പങ്കെടുത്തു.